ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് 1ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഓണപ്പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇംഗ്ലീഷ് പരീക്ഷയുടെ ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും ആൻസർ ഷീറ്റ് കിട്ടിക്കാണെന്ന് കരുതുന്നു. നമുക്ക് 5 പ്രവർത്തനങ്ങളാണുള്ളത്, 5 ആക്ടിവിറ്റീസാണുള്ളത്. നമുക്ക് 5 ആക്ടിവിറ്റീസിൻ്റെ ആൻസേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. ഒന്നാമത്തെ ആക്ടിവിറ്റി 1 ലിസൺ ആൻഡ് ഡു. അതായത് ടീച്ചർ പറയുന്ന പോലെ ലിസൺ ചെയ്ത് കേട്ടതിന് ശേഷം ആൻസർ ചെയ്യുക കേട്ടോ. അപ്പോൾ ആൻസർ ചെയ്യുന്നത് ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഒന്നാമത്തെ ചോദ്യം, ഡ്രോ എ സർക്കിൾ അറൗണ്ട് സ്മോൾ കാർ. ചെറിയ കാർ അല്ലേ, ഇതിൽ 2 കാറുകളുണ്ട്, ഒന്ന് സ്മോള് ഒന്ന് ബിഗ്. അപ്പോൾ സ്മോൾ കാറിന് ചുറ്റും വട്ടം വരയ്ക്കാനാണ് പറയുന്നത്. ഇതുപോലെ വട്ടം വരച്ച കൂട്ടുകാർക്കും എല്ലാവർക്കും ശരി ഉത്തരം കിട്ടിയിട്ടുണ്ടാവും, ടിക്ക് കിട്ടിയിട്ടുണ്ടാവും അല്ലേ. ശരിയാണ് അവരുടെ ആൻസർ. രണ്ടാമത്തെ ചോദ്യം, ഗീവ് കളർ ടു 5 balls. ഇവിടെ കാണുന്ന ടേബിളിന് മുകളിൽ എത്ര ബോളാണ് ഉള്ളത്? 1 2 3 4 5 6 7 ബോൾസ് ഉണ്ട്. ഈ 7 ബോൾസിലെ 5 ബോൾസിന് എന്ത് ചെയ്യാനാണ് പറയുന്നത്? കളർ കൊടുക്കാനാണ് പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു കളർ എടുത്തിട്ട് 5 ബോളിൽ നിറം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ശരിയാണ്. അടുത്തത് മൂന്നാമത്തെ ചോദ്യം, ഗീവ് റെഡ് കളർ ടു ദ ബൈസൈക്കിൾ. ഇവിടെ കാണുന്ന ബൈസൈക്കിൾ എന്ത് നിറം കൊടുക്കാനാണ് പറയുന്നത്? റെഡ് കളറാണ് കൊടുക്കാൻ പറയുന്നത്. റെഡ് കളർ. ഇവിടെ കളർ പറയുന്നുണ്ട് അല്ലേ. കളർ പറയുകയാണെങ്കിൽ അതേ നിറം തന്നെ നമ്മൾ എക്സാമിന് ഒരു കളർ കൊടുക്കാൻ പറയുകയാണെങ്കിൽ ഒരു കളറിന്റെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ നിറം തന്നെ കൊടുക്കണം കേട്ടോ. അല്ലാണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു കളർ കൊടുത്താൽ പോരാ. ഇവിടെ എല്ലാവരും ഈ ബൈസൈക്കിളിന് റെഡ് കളർ കൊടുത്തിരിക്കണം. കൊടുത്തിട്ടുള്ളവർക്കൊക്കെ ശരി ഉത്തരമായിട്ടുണ്ടാവും. വേറെ ഏതെങ്കിലും നിറമാണ് നിങ്ങൾ കൊടുത്തെങ്കിൽ അതെന്താണ്? തെറ്റുത്തരമാണ് കേട്ടോ. നാലാമത്തത്, കളർ ദ ജീപ്പ്. ഇവിടെ 4 വെഹിക്കിൾസ് ഉണ്ട് അല്ലേ. 4 വെഹിക്കിൾ ഉണ്ട്. ഏതൊക്കെയാ? ഓട്ടോറിക്ഷ, പിന്നെ ഏതാ? കാറ്, ബസ്. ഇതിൽ ഏതാ കളർ കൊടുക്കാൻ പറയുന്നത്? ജീപ്പിന്. അപ്പൊ എല്ലാത്തിനും കയറി കളർ കൊടുക്കരുത്, ജീപ്പിന് മാത്രം കളർ കൊടുക്കണം. മനസ്സിലായല്ലോ. അടുത്ത 5ാമത്തത്, ഡ്രോ എ സർക്കിൾ അറൗണ്ട് റാബിറ്റ്. റാബിറ്റിന് ചുറ്റും എന്ത് ചെയ്യാനാണ് പറയണത്? സർക്കിൾ വരയ്ക്കാനാണ് പറയുന്നത്. അപ്പൊ റാബിറ്റിന് ചുറ്റും ഇതുപോലെ എന്ത് ചെയ്യുക? സർക്കിൾ വരയ്ക്കുക കറക്റ്റായിട്ട്. അപ്പൊ സർക്കിൾ ചെയ്തവർക്ക് ശരി ഉത്തരവായിട്ടുണ്ടാവും. അടുത്തത് ആക്ടിവിറ്റി 2 ആണ്. എന്താ ആക്ടിവിറ്റി 2? ഹൂ സെഡ് ദിസ്. ആരാണ് ഈ ഡയലോഗ് പറഞ്ഞിരിക്കുന്നത്? അവരെ എന്ത് ചെയ്യുക? കറക്റ്റായിട്ട് മാച്ച് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ കഥയിൽ, അതായത് നമ്മുടെ ചാപ്റ്റേഴ്സിൽ നമ്മൾ പഠിക്കുന്ന ഓരോ ക്യാരക്ടേഴ്സും പറഞ്ഞിട്ടുള്ള ഓരോരുത്തരും പറഞ്ഞിട്ടുള്ള ഡയലോഗാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതെന്ത് ചെയ്യുക? ശരിയായിട്ട് മാച്ച് ചെയ്യാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഐ ഹാവ് എ ബിഗ് പിഗ്. എനിക്ക് വലിയ കൊക്കുണ്ടെന്ന് പറഞ്ഞത് ആരാണ്? ജില്ല് അല്ലേ. അപ്പൊ ജില്ലിനോട് വരച്ച് ചേർക്കുക. അത് ഡു നോട്ട് റിപ്പീറ്റ് ഇറ്റ് എന്ന് പറഞ്ഞത് ആരാ? ബിയർ. അതായത് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. അടുത്തത്, ഐ ഹാവ് എ ഹോൺ. എനിക്കൊരു ഹോൺ ഉണ്ടെന്ന് പറയുന്നത് ആരാണ്? ബസ്സാണ്. ഐ ആം ഔട്ട് എന്ന് പറയുന്നത് ആരാണ്? ചിക്കൻ. ഓ മൈ ലൈറ്റ് എന്ന് പറയുന്നത് ആരാണ്? ഓ മൈ ലൈറ്റ് എന്ന് പറയുന്നത് കാറാണ് പറയുന്നത് അല്ലെ. ഓ മൈ ലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് ഡയലോഗിനെ എന്ത് ചെയ്യുക? ക്യാരക്ടേഴ്സുമായിട്ട് മാച്ച് ചെയ്യാനാണ് ഇവിടെ പറയുന്നത്. അടുത്തത് 3ാമത്തെ ആക്ടിവിറ്റി നെയിം കാർഡാണ് കേട്ടോ. നെയിം കാർഡ് നമ്മുടെ ജില്ലിന്റെയും ഡില്ലിന്റെയും റില്ലിന്റെയും നെയിം കാർഡ് ഉണ്ട്. എന്താണ് ജില്ലിന്റെ നെയിം കാർഡിൽ എഴുതിയിരിക്കുന്നത്? ദിസ് ഈസ് ജിൽ ഹിസ് ഗ്രീൻ, ജിൽ ഹാസ് എ ബിഗ് പിഗ്. ജില്ല് ഗ്രീൻ കളറാണ്. ജിൽ ഹാസ് എ ബിഗ് പിഗ്. ജില്ലിന് വലിയ കൊക്കുകളുണ്ട്. അടുത്ത ദിസ് ഈസ് ഡിൽ ഹിസ് ഗ്രീൻ, ഡിൽ ഹാസ് ലോങ് ലെഗ്സ്. അതായത് രണ്ടാമത്തേതാണ് പറയുന്നത് കേട്ടോ. നമ്മുടെ ഈ രണ്ടാമത്തെ നെയിം കാർഡാണ് പറയുന്നത്. ദിസ് ഈസ് ഡിൽ ഈസ് ഗ്രീൻ, ഡിൽ ഹാസ് ലോങ് ലെഗ്സ്. ഡില്ലിന് എന്തുണ്ട്? നീളൻ കാലുകളാണ് ഉള്ളതെന്ന് പറയുന്നത് അല്ലേ. അടുത്തത് ആരിൻ്റെയാണ്? റില്ലിൻ്റെയാണ് പറയുന്നത്. റില്ലിന്റെ നെയിം കാർഡാണ് എഴുതാൻ പറയുന്നത്. എന്താണ്? ദിസ് ഈസ് റിൽ ഈസ് ഗ്രീൻ. റില്ലിന് എന്താണുള്ളത്? കഴുത്തിൽ റിംഗ് ആണുള്ളത് അല്ലെ. എന്ത് കളറാ? റെഡ് കളർ. റിൽ ഹാസ് എ റെഡ് റിംഗ് എന്ന് എഴുതിയ ആൾക്കാർക്ക് എല്ലാവരുടെ ഉത്തരം ശരിയാണ്. റിൽ ഹാസ് എ റെഡ് റിംഗ് എന്ന് തന്നെ എഴുതണം കേട്ടോ. അടുത്തത് 4ാമത്തെ ആക്ടിവിറ്റി, ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക്. വാട്ട് വിൽ ദ റാബിറ്റ് സേ. ഇവിടെ നോക്കൂ, റാബിറ്റ് എന്ത് ചെയ്തു? പഴം കഴിച്ചിട്ട് പഴത്തോല് വഴിയിലിട്ടു. അതിൽ ചവിട്ടി ആര് വീഴുകയാണ്? ഒരു കരടി വീഴുകയാണ് അല്ലേ. ഒരു ബിയർ വീണു. അപ്പൊ കരടി എന്ത് പറഞ്ഞു? ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ റാബിറ്റ് അവിടെ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് പറയണം? തീർച്ചയായിട്ടും സോറി പറയണം അല്ലേ. ഐ ആം സോറി. എന്ത് പറഞ്ഞു? ഐ ആം സോറി. അടുത്തത് 5ാമത്തെ നമ്മുടെ ലാസ്റ്റ് പ്രവർത്തനമാണ്. 5 പ്രവർത്തനങ്ങളാണുള്ളത്. 5ാമത്തെ പ്രവർത്തനം, ആഡ് എ ലൈൻ ടു ദ സോങ്. ഈ സോങ്ങിൽ വിട്ടുപോയിട്ടുള്ള ഈ ഒരു വാക്ക് എന്ത് ചെയ്യും? ഇവിടെ എഴുതി ചേർക്കണം കേട്ടോ. അത് നമുക്ക് വായിക്കാം. Police friends are playing in the rain. The elephant is playing in the rain. ഫസ്റ്റത്തെ 2 സെന്റൻസ് അതേമാതിരി എഴുതിയിട്ടുണ്ട്. പോലീസ് ഫ്രണ്ട്സ് ആർ പ്ലേയിങ് ഇൻ ദ റെയിൻ. അടുത്തത്, ദ എലിഫന്റ് ഈസ് പ്ലേയിങ്. ദി എലിഫന്റിന് പകരം ഇവിടെ ആരൊക്കെ ഉണ്ട്? റാബിറ്റ് ഉണ്ട്, ഡക്ക് ഉണ്ട്. ഈ രണ്ടിൽ ആരെഴുതിയാലും ഉത്തരം ശരിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ദ റാബിറ്റ് ഈസ് പ്ലേയിങ് എഴുതിയാലും ഉത്തരം ശരിയാണ്.
ദ ഡക്ക് ഈസ് പ്ലേയിങ് എന്ന് എഴുതിയാലും ശരിയാണ്. നിങ്ങൾക്ക് ഏത് സ്പെല്ലിംഗ് ആണോ കറക്റ്റായിട്ട് അറിയണത് അതെന്ത് ചെയ്യുക എഴുതുക. ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്നത് ദ റാബിറ്റ് ഈസ് പ്ലേയിങ് എന്ന് എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് അല്ല ഡക്കാണ് എഴുതിയതെങ്കിലും ഉത്തരം ശരി തന്നെയാണ്. പ്ലേയിങ് ഇൻ ദ റെയിൻ ലാസ്റ്റ് ലൈൻ. ഇവിടെ ദ റാബിറ്റ് അല്ലെങ്കിൽ ദ ഡക്ക് ഏത് വേണമെങ്കിലും എഴുതാം കേട്ടോ. ഇതാണ് നമ്മുടെ 5 പ്രവർത്തനങ്ങൾ. അപ്പൊ എല്ലാവരും ഉത്തരവും ശരിയല്ലേ? ഇതുപോലെ തന്നെയല്ലേ നിങ്ങൾ എക്സാം എഴുതിയിരിക്കുന്നത്. ഇന്നത്തെ ക്ലാസ് എല്ലാ കൂട്ടർക്കും ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം കേട്ടോ. ഇഷ്ടമായിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക? ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, അതും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്